Hi everyone. We are actually starting a new series over here. അതെ, നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. പണ്ട് പഠിച്ച കാര്യങ്ങൾ, അതായത് ഇപ്പം മുതിർന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ +2 വരെ ഒരുപാട് തവണ വായിച്ചും ബൈഹാർട്ടാക്കിയും ഒക്കെ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. കാരണം മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എപ്പോഴെങ്കിലും ഒക്കെ കേൾക്കുന്ന കുറേ ടേമുകൾ അതെന്തായിരുന്നു എന്ന് വളരെ ലളിതമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് മുതിർന്ന ആൾക്കാർക്ക് മാത്രമല്ല, കുട്ടികൾക്കായാലും എന്താണ് ബേസിക് കാര്യം എന്താണെന്ന് മനസ്സിലായാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴായാലും ഇനി നോട്ട്ബുക്ക് ബൈഹാർട്ട് ആക്കുമ്പോഴായാലും വളരെ യൂസ്ഫുൾ ആകും. കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുകയാണ് വേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിവേ, ആൻഡ് വിത്തൗട്ട് എനി ഡിലേ, ലെറ്റ് സ്റ്റാർട്ട് അവർ സീരീസ്. ആംനിയോസിന്തസിസ് അല്ലെ. അപ്പം ആംനിയോ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നൊക്കെ അല്ലെ. അതെ, ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പൊ എവിടുന്ന ഈ ഫ്ലൂയിഡ് വരുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇളനീരിനുള്ളിൽ ഒരുപാട് വെള്ളം ഉണ്ടാകും. ഇനി ആ ഇളനീർ മാറി മാറി വരുന്ന സമയത്ത് തേങ്ങ നോക്കുകയാണെങ്കിൽ ഒരു മൂത്ത തേങ്ങയിലെ അധികം കുലുങ്ങില്ല അല്ലെ. ഡെഫിനറ്റ്ലി അതിൽ വെള്ളം കുറവായിരിക്കും. അപ്പൊ എവിടെ പോവാ വെള്ളം? വറ്റി പോവാണോ? ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോവാണോ? ശരിക്കും ആ വെള്ളത്തിന് എന്താ സംഭവിക്കുന്നത്? ഡെഫിനറ്റ്ലി ആ വെള്ളം പതിയെ പതിയെ സെല്ലുകളായിട്ട് മാറുകയാണ് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വെള്ളം എന്ന് പറയുന്ന സെല്ലുകളായിട്ട് മാറിയിട്ട് തടിത്ത തേങ്ങ നമുക്ക് കിട്ടുകയാണ് അല്ലേ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എനിവേ, ഞാനിവിടെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നുള്ളത് ഗർഭാശയത്തിലുള്ള കുഞ്ഞിൻ്റെ കൂടെ തന്നെ കാണുന്ന ഫ്ലൂയിഡാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഫ്ലൂയിഡ് എന്താ പറയുക, അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണോ? ഡെഫിനറ്റ്ലി അല്ല അല്ലേ. ഒരു റിപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു സ്പേമും ഓവും കമ്പൈൻ ചെയ്ത് ആദ്യം ഉണ്ടാവുന്ന സൈഗോട്ട് അത് പിന്നെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞാവുന്നു എന്നാണല്ലോ നമ്മുടെ ധാരണ ശരി തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് കറക്റ്റാണ്. പക്ഷെ അങ്ങനെ കുഞ്ഞാവുന്നതോടൊപ്പം തന്നെ ഈ സെല്ലിൽ നിന്ന് തന്നെ ഫോം ചെയ്യുന്ന, അതായത് ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഫീറ്റസ് ആവുമ്പോൾ അല്ലെ, ഒരു കുഞ്ഞാവുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു ഫ്ലൂയിഡ് അല്ലെ, അത് തന്നെ ഒരു ഫ്ലൂയിഡ് രൂപത്തിലേക്ക് മാറുന്നതാണ് എന്ത്? ആംനിയോട്ടിക് ഫ്ലൂയിഡ്. സോ ഡെഫിനറ്റ്ലി ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ എന്തുണ്ടാവും? ആ കുഞ്ഞിൻ്റെ ഭാഗങ്ങൾ അല്ലെ, കുഞ്ഞിൻ്റെ സെല്ലുകളിലുള്ള കാര്യങ്ങളൊക്കെ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിലുള്ള ഫീറ്റൽ സെൽസിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഡയറക്റ്റായിട്ട് കുഞ്ഞിൽ നിന്ന് സെല്ല് കളക്ട് ചെയ്യാതെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത് അതിനെന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് ജനിതകമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സെല്ലിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ, കോശം അതിലെല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 46 ക്രോമസോമാണ്. അപ്പോൾ ഓരോ സെല്ലിലും എത്ര ഉണ്ടാവും? 46 ക്രോമസോം ഉണ്ടാവും. ആ 46 ക്രോമസോമിൽ 46ാമത്തെ ക്രോമസോം അല്ലെങ്കിൽ 45ഉം 46ഉം എന്താണ്? അല്ലെങ്കിൽ 23 പെയർ ഉള്ളതിൽ 23rd പെയർ എന്താണ്? നമ്മുടെ സെക്സ് ക്രോമസോം ആണ് അല്ലേ. അപ്പൊ ഈ ഫീറ്റൽ സെല്ല്, ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ഫീറ്റൽ സെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇന്ന് ഇന്ത്യയിൽ ഈ പറയുന്ന സംഭവം, അതായത് ആംനിയോട്ടിക് സിന്തസിസ് എന്ന് പറയുന്നത് ഒരു തരം ബാന് പോലെയാണ്. കാരണം നിങ്ങൾക്കറിയായിരിക്കും, പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്ന ഒരു സമയം അല്ലേ, നരഹത്യ നടക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അബോർഷൻ ചെയ്ത് കളയുക. അപ്പം ഈ പറയുന്ന ആംനിയോട്ടിക് സിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഈ പറയുന്ന സെക്സ് ഡിറ്റർമിനേഷന് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിനൊരു തരം ബാന് പോലെ ഇവിടെ ഉണ്ടായത്. അതല്ലാതെ ഇതിന് വേറെ കുറേ നല്ല ഭാഗങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ആംനിയോസിന്തസിസ്? ലെറ്റ്സ് സീ ഹിയർ. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് എ പ്രീനാറ്റൽ ടെസ്റ്റ് ദാറ്റ് ക്യാൻ ഡയഗ്നൈസ് ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ആൻ അൺബോൺ ബേബി. സത്യമാണല്ലേ. ഡെഫിനറ്റ്ലി ജനിക്കുന്നതിന് മുൻപുള്ള ബേബിക്ക് എന്തെങ്കിലും ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? കാരണം നമ്മളൊരു സെല്ലാണ് എടുക്കുന്നത്. ആ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കുറേ ഫീറ്റൽ സെല്ലാണ് അല്ലേ. അപ്പൊ ബേബിന്റെ ശരീരത്തിലുള്ള അതേ സെല്ലുകൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പം ആ ഒരു സെല്ല് നോക്കുന്ന സമയത്ത് ജനിതകമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ലേ? അത് അത്തരത്തിലുള്ള ഒരു ടെസ്റ്റാണ് എന്ത്, ഈ പറയുന്ന ആംനിയോട്ടിക് സിന്തസിസ് എന്ന് പറഞ്ഞാല്. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി എങ്ങനെയാ ഇത് ചെയ്യുന്നത് നോക്കിക്കോളൂ. യെസ്, നമുക്ക് എന്ത് വേണം? ഒരു ഈ പറയുന്ന നീഡിൽ വേണം. എവിടെയെങ്കിലും പിടിച്ച് നീഡിൽ എടുത്തിട്ട് നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റില്ല അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഇത് ചെയ്യുന്ന സമയത്ത് ഒരു അൾട്രാസൗണ്ട്
ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യും. ബേബിയുടെ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് മനസ്സിലാവും. ബേബി ഇല്ലാത്ത ഭാഗത്ത്, അല്ലെ ഫീറ്റസ് ഇല്ലാത്ത ഭാഗത്ത്, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടേം എപ്പോഴും ഫീറ്റസ് ആണ്. ബേബി എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ നല്ല ടേം ഫീറ്റസ് ആണ്. പക്ഷെ ഈ ഒരു വീഡിയോ കാണുന്നത് വെറും മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് അറിവുള്ളവളോ അല്ലെങ്കിൽ ബയോളജി സ്റ്റുഡൻസോ അല്ലാത്ത എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ബേബി എന്നുള്ളത്. പക്ഷെ ശരിക്കുള്ള ടേം എന്താണ്? ഫീറ്റസ് ആണ്. അതിൽ നിന്ന് നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ ഒരുപാട് ഫീറ്റൽ സെല്ലുകൾ ഉണ്ടാവും. അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആംനിയോട്ടിക് സിന്തസിസ് നടക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന ഇവിടെയാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവുക. ഈ പറയുന്ന നീഡിൽ യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് കളക്ട് ചെയ്യാണ്? ഈ പറയുന്ന ആംനിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ കളക്ട് ചെയ്യാണ്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ തന്നെയാണ് എന്തുണ്ടാവുക? നമ്മുടെ ഫീറ്റൽ സെൽസ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഫീറ്റൽ സെൽസ് കൂടി അവിടെ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ കുറെ ഫീറ്റൽ സെൽസ് ആണ് ഉണ്ടാവുക. ഇതാണല്ലേ നമ്മുടെ ബേബി എന്ന് പറയുന്ന ഫീറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ പറയുന്ന അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് ബേബിയുടെ പൊസിഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ പറയുന്ന ഫീറ്റസ് അല്ലെങ്കിൽ സോറി ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഭാഗത്തിലുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി ആംനിയോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നീറ്റ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനാണ് ഇവിടെ. ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ആംനിയോസിന്തസിസ്, ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ്? നമുക്ക് ഓൾറെഡി നമ്മൾ എന്താണ് ആംനിയോസിന്തസിസ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടി. ഇനി അതുമായിട്ട് റിലേറ്റഡ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? വെറുതെ ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. Okay, it can be used for the detection of Down syndrome. It can be used for the detection of cleft palate. It is usually done when a woman is between 14 to 16 weeks pregnant, and it is used for prenatal sex determination. അല്ലേ? അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അറിയുന്ന കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്തൊക്കെയാണുള്ളത്? ഡെഫിനറ്റ്ലി ഇത് കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു പ്രീനാറ്റൽ ആണ് അല്ലെ? ജനിക്കുന്നതിന് മുൻപ് നമുക്ക് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു അല്ലെ സെക്സ് ഡിറ്റർമിനേഷൻ ഇതിനെ കൊണ്ട് പോസിബിൾ ആണ്. ഇനി ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ വെൻ എ വുമൺ ഇസ് ബിറ്റ്വീൻ ദ 14 or 16 വീക്സ്. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ആണ്. ഇത് ഓൾറെഡി ഡൺ ചെയ്യുന്നത് 14 to 16 വീക്സ് പ്രഗ്നൻസി ടൈമിലാണ്. ഓക്കെ, ഇനി എന്താ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അറിയോ? ഡൗൺ സിൻഡ്രോം, അതുപോലെ തന്നെ ഹിമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇതൊക്കെ ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ ജനിതകമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അല്ലെ? കുറേ ഡിസോർഡേഴ്സിൽ വരുന്നതാണ് എന്ത്? ഡൗൺ സിൻഡ്രോം, ഹെമോഫീലിയ, അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആംനിയോസിന്തസിസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലോ? ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഇനി എന്താ ഈ ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞാല്? അത് നമ്മുടെ ജനറ്റിക് ഡിസോർഡർ അല്ല, അതല്ലാതെ വരുന്ന വേറൊരു അസുഖമാണ് അല്ലെ? അത്തരത്തിലുള്ള അസുഖം ഡെഫിനറ്റ്ലി നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. ആൻസർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? യെസ്, വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലെ? ഈ പറയുന്ന കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എന്താണ് അതെന്ന് മനസ്സിലാക്കിയാലും അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതൊക്കെ മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അപ്പം വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ഇൻ എ ഡെവലപ്പിംഗ് ഫീറ്റേഴ്സ് ബൈ ആംനിയോസിന്തസിസ്? അപ്പം ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ പേരുകൾ പഠിക്കണം. ഇത് സ്കൂളിൽ പഠിക്കുന്ന ഒരു +2 വരെയുള്ള കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് ലിസ്റ്റ് ഓഫ് ഡിസീസസ് അറിയെങ്കിൽ മാത്രമാണ് ഇതിൽ ഏതാണ് ജനിതകമല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് അറിയുന്ന കാര്യമാണ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ. ജോണ്ടിസ് എന്താണ്? മഞ്ഞപ്പിത്താണ് അല്ലേ? ഡെഫിനറ്റ്ലി എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ല കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു ഐസ്ക്രീം കഴിച്ചതിൻ്റെ പേരിൽ ജോണ്ടിസ് വന്നത്. ഡെഫിനറ്റ്ലി ജോണ്ടിസ് ആണ് ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം.
ദ പെർമിസിബിൾ യൂസ് ഓഫ് ദ ടെക്നിക് അമ്നിയോസെൻറ്റസിസ് എസ് ഫോർ. നമുക്ക് ഈ പറയുന്ന ടെക്നിക്കിന് പെർമിഷനിൽ പെർമിസിബിൾ ആയിട്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു സെക്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? എന്ത് തോന്നുന്നു? ഡെഫിനറ്റ്ലി പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ ഇൻ ടു ദ യൂട്രസ് ഓഫ് ദ സറോഗേറ്റീവ് മദർ, അതും ഇത് വെച്ചിട്ട് പറ്റുന്ന കാര്യമല്ല. പിന്നെ അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ലാസ്റ്റ് ആണല്ലേ, ടു ഡിറ്റക്ട് ദ ടു ഡിറ്റക്ടിങ് ദ ജനറ്റിക് അബ്നോർമാലിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഏകദേശം അമ്നിയോസിന്തസിസ് എന്താണെന്ന് ഇനി നിങ്ങൾക്ക് ആര് ചോദിച്ചാലും പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമല്ലോ. നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞ് പഠിച്ചാൽ തന്നെ ഓഫ് കോഴ്സ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും എന്താ പറയുക, എപ്പോഴും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഓർത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ഉണ്ടായാൽ മതി. ചെറുതിൽ തൊട്ടിട്ട് ഞാൻ എൻ്റെ കുട്ടികളെയും എന്താ പറയുക ശീലിപ്പിക്കുന്ന കാര്യം അതാണ്. ഏതൊരു കൺസെപ്റ്റും അവരുടെ ഓൺ വേർഡ്സിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി ദേ ആർ വെരി സ്ട്രോങ് ഇൻ ദിസ് കൺസെപ്റ്റ് എന്ന് പറയും. Okay, so this is all about this particular video. Thank you so much for watching. Thank you.